വെൽക്കം ടു ഈസി മാത്സ്. ഞാൻ ഗ്രീഷ്മ. സർഫസ് ഏരിയാസ് ആൻഡ് വോളിയംസ് എന്ന ചാപ്റ്ററിലെ പുതിയൊരു സെക്ഷനാണ് നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. വോളിയം ഓഫ് എ ക്യൂബോയിഡ് എന്നുള്ളതാണ് നമ്മുടെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സെക്ഷൻ. ജസ്റ്റ് ഈ രണ്ട് ഇക്വേഷൻസ് മാത്രം നമുക്ക് പഠിച്ചിട്ട് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം കേട്ടോ. ഓക്കെ, ക്യൂബോയിഡിന്റെ ഷേപ്പ് നമുക്കറിയാലോ. ഇതാണ് ക്യൂബോയിഡിന്റെ ഷേപ്പ്. ക്യൂബോയിഡ് എന്ന് പറയുന്നത് എന്താണ് അറിയാലോ, ഒരു 3 ഡയമെൻഷണൽ ഷേപ്പ് ആണ്. ക്യൂബോയിഡിന് എന്തൊക്കെയുണ്ട്? ഈ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു സൈഡ് ആണ് എന്ത് ലെങ്ത്, ദെൻ ഈ ഒരു സൈഡ് ബ്രെഡ്ത്ത്, പിന്നെ എന്തും കൂടി ഉണ്ട് ഹൈറ്റും ഉണ്ട്. ക്ലിയർ ആയോ? അതായത് ഇതുപോലെയൊക്കെ ഏകദേശം. ഓക്കെ, അതായത് ഈ ഒരു സൈഡ്, ഈ വലിയ സൈഡ് ലെങ്ത് ആണ്, അതുപോലെ ഈ സൈഡ് ബ്രെഡ്ത്ത് ആണ്, പിന്നെ താഴോട്ടില് ഇതെന്താണ് ഹൈറ്റ് ആണ്. ക്ലിയർ അല്ലേ? ഇത്രയാണ് ഒരു ക്യൂബോയിഡ്. അപ്പൊ ക്യൂബോയിഡിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ, വോളിയം ഓഫ് എ ക്യൂബോയിഡ് ഈക്വൽ ടു, ഈ 3 സൈഡുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ ആയി. അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ക്ലിയർ ആയോ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്നുള്ളതാണ് എന്ത് ക്യൂബോയിഡിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ. ഇനി അടുത്തത് വോളിയം ഓഫ് എ ക്യൂബ്. ഇനി ക്യൂബോയിഡും ക്യൂബും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അതായത് എല്ലാ സൈഡ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെയുള്ളതാണ് ക്യൂബ്, അല്ലാത്തത് ക്യൂബോയിഡ്. അപ്പൊ ഇനി നമുക്ക് അതിനകത്ത്, അതായത് ഒരു ക്യൂബിന് നമുക്ക് ലെങ്ത്, ഹൈറ്റ്, ബ്രെഡ്ത്ത് അങ്ങനെ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ ലെങ്ത്തും എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലെ? അതുകൊണ്ട് തന്നെ നമുക്ക് എഡ്ജ്, അതായത് എല്ലാം എന്താണ്, എഡ്ജുകളെല്ലാം സെയിം ആണ്. എന്ന് വെച്ചിട്ട് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ വോളിയം എന്ന് പറയുന്നത് എന്താണ്? എഡ്ജ് ഇൻറ്റു എഡ്ജ്. എഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? എ അല്ലേ എടുത്തിരിക്കുന്നത്? എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ക്യൂബ്. ക്ലിയർ അല്ലേ? അതായത് ക്യൂബോയിഡിന്റെ വോളിയം കാണാൻ ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അതുപോലെ ക്യൂബിന്റെ കാണാൻ എ ക്യൂബ്, അതായത് എഡ്ജ് ഇൻറ്റു എഡ്ജ്. ഈ ക്ലാസ്സിക്ക് അതായത് പ്രോബ്ലംസ് ചെയ്താലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻസ്. A wall of length 10 meter was to be built across an open ground. അതായത് ഒരു ഓപ്പൺ ഗ്രൗണ്ടില് ഒരു വോൾ ബിൽഡ് ചെയ്യാണ്. അതായത് അതിന്റെ ലെങ്ത് എത്രയും തന്നിട്ടുണ്ട്? 10 മീറ്റർ. അതായത് 10 മീറ്റർ ലെങ്ത് ഉള്ള ഒരു വോൾ ഒരു ഓപ്പൺ ഗ്രൗണ്ടിൽ ബിൽഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഹൈറ്റ് എന്തൊക്കെയാണെന്ന് പറയുന്നത്? ദ ഹൈറ്റ് ഓഫ് ദ വോൾ ഈസ് 4 മീറ്റർ. ഹൈറ്റ് 4 മീറ്റർ ആണ്. അതുപോലെ തിക്നെസ് എന്ന് പറയുന്നത് എത്രയാണ്? 24 സെന്റിമീറ്റർ ആണ്. ക്ലിയർ? If this wall is to be built up with bricks whose dimensions are 24 cm into 12 cm and 8 cm. അതായത് ഈ വോൾ ഉണ്ടാക്കിയിരിക്കുന്ന ബ്രിക്സിന്റെ ഡയമെൻഷൻസ് ആണ് തന്നിട്ടുള്ളത് 24 cm, 12 cm, 8 cm. എങ്കിൽ എത്ര ബ്രിക്സ് അതിൽ വേണ്ടി വരും? ഹൗ മെനി ബ്രിക്സ് വുഡ് ബി റിക്വയർഡ്? ആ ഒരു വോൾ നിർമ്മിക്കാൻ എത്ര ബ്രിക്സ് നമുക്ക് ആവശ്യം വരും? ഇതാണ് ക്വസ്റ്റ്യൻ. എന്താ പറയുന്നത്? ഒരു വോൾ നിർമ്മിക്കുകയാണ്. ഓക്കെ, ആ വോളിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? അതിന്റെ ഡയമെൻഷൻസ് ലെങ്ത് 10 മീറ്റർ ആണ്, അതുപോലെ ഹൈറ്റ് 4 മീറ്റർ ആണ്, ദെൻ തിക്നെസ് 24 സെന്റിമീറ്റർ ആണ്. ഇനി ഈ വോൾ നിർമ്മിക്കുന്നത് ബ്രിക്സ് ഉപയോഗിച്ചിട്ടാണ്. അതിൽ ഒരു ബ്രിക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 24 സെന്റിമീറ്റർ ആണ്, 12 സെന്റിമീറ്റർ ബ്രെഡ്ത്ത് ആണ്, 8 സെന്റിമീറ്റർ ഹൈറ്റ് ആണ്. അങ്ങനെയുള്ള എത്ര ബ്രിക്സ് വേണ്ടി വരും നമുക്ക് ഈ വോൾ നിർമ്മിക്കാൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ചെയ്യാം. നോക്കിയേ, ഒരു വോൾ എന്ന് പറയുന്നത് എന്ത് ഷേപ്പാണ്? അതൊരു ക്യൂബോയിഡിന്റെ ഷേപ്പ് അല്ലേ? ഇതൊരു ക്യൂബോയിഡിന്റെ ഷേപ്പാണ്. അപ്പൊ നമുക്ക് ഇവിടെ ആദ്യം വോളിയം ഓഫ് വോൾ കാണാം. വോളിയം ഓഫ് വോൾ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെങ്കിൽ തിക്നെസ്. ബ്രെഡ്ത്തും തിക്നെസ് ഒക്കെ എന്താണ്? കാരണം ലെങ്ത്തും ഹൈറ്റും തന്നിട്ടുണ്ട്. അപ്പൊ തിക്നെസ് തന്നെയാണ് എന്തും ബ്രെഡ്ത്തും. ഓക്കെ, അപ്പൊ ലെങ്ത് ഇൻറ്റു തിക്നെസ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് എഴുതാം. ലെങ്ത് എത്രയാണ് തന്നിട്ടുള്ളത്? ലെങ്ത് എന്ന് പറയുന്നത് 10 മീറ്റർ തന്നിട്ടുണ്ട്. Then
ഹൈറ്റ് എത്ര തന്നിട്ടുണ്ട്? ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 4 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ദെൻ തിക്നെസ് എത്ര തന്നിട്ടുണ്ട്? തിക്നെസ് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് എന്ന് എടുത്താൽ മതി കേട്ടോ. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 24 സെന്റിമീറ്ററിന് തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഇവിടെ നോക്കൂ, തിക്നെസ് മാത്രം സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്, പകരം ഹൈറ്റും ലെങ്ത്തും ഒക്കെ എന്താണ് തന്നിരിക്കുന്നത്? മീറ്ററിലാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം ലെങ്ത്തിനെയൊക്കെ സെന്റിമീറ്ററിലേക്ക് മാറ്റുകയാണെങ്കിൽ എന്ത് വരും? അതായത് ലെങ്ത് 10 മീറ്റർ എന്നുള്ളത് സെന്റിമീറ്ററിലേക്ക് ആക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 10 into 100 ചെയ്യണം അല്ലെ? 10 into 100 ആണ് എന്ത്? 1000 സെന്റിമീറ്റർ ആയിട്ട് മാറി. ലെങ്ത് 10 മീറ്റർ ആയിരുന്നു, അത് 10 into 100 എന്ന് വരുമ്പോ 1000 സെന്റിമീറ്റർ. ക്ലിയർ ആണോ? അടുത്തത് എന്തായിരുന്നു? ഹൈറ്റ് എന്ന് പറയുന്നത് 4 മീറ്റർ ആയിരുന്നു. മീറ്ററിന്റെ സെന്റിമീറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? into 100 അല്ലേ ചെയ്യേണ്ടത്? അറിയുന്നതല്ലേ? അപ്പൊ 4 into 100 400 സെന്റിമീറ്റർ. ദെൻ ബ്രെഡ് അല്ലെങ്കിൽ തിക്നെസ് അവർ തന്നിട്ടുള്ളത് സെന്റിമീറ്ററിൽ തന്നെയാണ്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് മാറ്റാനില്ല. ക്ലിയർ ആയോ? ലെങ്ത് 1000 സെന്റിമീറ്റർ ആയി, ഹൈറ്റ് 400 സെന്റിമീറ്റർ ആയി, ദെൻ ബ്രെഡ് 24 സെന്റിമീറ്റർ. അല്ലെങ്കിൽ തിക്നെസ് അവർ തന്നിരിക്കുന്ന തിക്നെസ് ആണല്ലോ. ദെൻ 1000 into 400 into 24 സെന്റിമീറ്റർ ക്യൂബ് അല്ലെ? ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണ്ട, നമുക്ക് വെട്ടിക്കളയാൻ, ഡിവൈഡ് ചെയ്ത് കളയാൻ വേണ്ടി എളുപ്പത്തിനാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. ഇനി അടുത്തത് വോളിയം ഓഫ് ബ്രിക്ക്. വോളിയം ഓഫ് ബ്രിക്ക്. ഓക്കെ. വോളിയം ഓഫ് ബ്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലെ? ബ്രിക്ക് എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതല്ലേ? എന്താണ് ഷേപ്പ്? ബ്രിക്കിന്റെ ഷേപ്പും ഇത് തന്നെയാണ്, അതായത് ഒരു ക്യൂബോയിഡിന്റെ ഷേപ്പ് ആണ്. അത് തന്നിട്ടുണ്ട് ലെങ്ത് 24 സെന്റിമീറ്റർ. നമുക്കറിയാം ഇതാണ് ലെങ്ത് 24 സെന്റിമീറ്റർ. ദെൻ 12 സെന്റിമീറ്റർ ബ്രെഡ്ത്ത്, ദെൻ 8 സെന്റിമീറ്റർ ഹൈറ്റ് അല്ലെ? അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് ബ്രിക്ക് എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, കാരണം ക്യൂബോയിഡ് തന്നെയാണ്. ക്ലിയർ അല്ലേ? അപ്പൊ എന്ത് വരും? ലെങ്ത് എന്ന് പറയുന്നത് 24 into 12 into 8 സെന്റിമീറ്റർ ക്യൂബ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒരു വാൾ നിർമ്മിക്കാൻ എത്ര ബ്രിക്സ് വേണം? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ? അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ വാളിന്റെ വോളിയത്തിനെ ഒരു ബ്രിക്കിന്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആവശ്യമായിട്ടുള്ള ബ്രിക്സുകളുടെ എണ്ണം കിട്ടും. ക്ലിയർ അല്ലേ? അതായത് നമ്പർ ഓഫ് ബ്രിക്സ് required equal to volume of wall by volume of a brick. Volume of a brick. അപ്പോൾ വോളിയം ഓഫ് വാൾ എത്രയായിരുന്നു? നമുക്ക് 1000 into 400 into 24 by വോളിയം ഓഫ് ബ്രിക്ക് എന്ന് പറയുന്നത് എന്താണ്? 24 into 12 into 8. ഇത്രയല്ലേ? ഇനി നമുക്ക് ഇത് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിനാണ് ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാതിരുന്നത് കേട്ടോ. 24 ക്യാൻസൽ ചെയ്തു. ദെൻ 8 400 എത്ര ടൈംസ് പോവും? അതായത് 840 എത്ര ടൈംസ് പോവും നോക്കാം. നമുക്കറിയാം 8 into 5 എന്താണ്? 40 ആണ് അല്ലെ? പിന്നെ എന്താണ്? ഒരു 0 കൂടി ആ 0 കൊടുക്കാം. ക്ലിയർ അല്ലേ? ദെൻ 12 2 പോവും എത്ര ടൈംസ്? 6 ടൈംസിൽ പോവും. 1000 അതായത് 10 2 എത്ര ടൈംസ്? 5, പിന്നെ 2 0 അങ്ങോട്ട്. ക്ലിയർ ആയോ? ദെൻ വീണ്ടും 6 2 3 ടൈംസിൽ പോവും. ദെൻ വീണ്ടും 5 2 എത്ര ടൈംസ്? 2 into 2 4, പിന്നെ ഒരു 1 കൊടുക്കും. അപ്പൊ 10 വന്നു. 10 2 എത്ര ടൈംസ് പോവും? 5 ടൈംസ് പോവും. Then 0 250.
ഇത്രയും ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ചെയ്യുമ്പോൾ ഒത്തിരി കൺഫ്യൂഷൻ വരാം. അപ്പൊ അതിന് വേണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്തിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതല്ലേ എളുപ്പം. അപ്പൊ ആദ്യം ഞാൻ 0 ഇല്ലാണ്ട് ഇൻറ്റു ചെയ്യാണ് കേട്ടോ. അതായത് 25 into 5. 25 into 5 എന്താണ്? 125 അല്ലേ? ഓക്കെ, അപ്പൊ 125 divided by 3. അതായത് ഈ 25 into 5 ചെയ്തത് 125 by 3. ക്ലിയർ അല്ലേ? 0 പിന്നെ ഫൈനൽ ആൻസറിൽ കൊടുക്കാം. അതായത് ഇവിടെ 250 ഒരു 0 ഉണ്ട്, 50 ഒരു 0 ഉണ്ട്. ക്ലിയർ? ഇനി നോക്കൂ, 312 എത്ര വെട്ടാം? 4 ടൈംസ് അല്ലേ? 4 into 3 12 ആണ്. Then 5 ഡയറക്റ്റ് പോവോ? ഇല്ല. എത്ര ടൈംസ് പോവും? 1 ടൈമിൽ പോയി. Then 5 3 പോയി കഴിഞ്ഞാൽ ബാക്കി റിമൈൻ ചെയ്യേണ്ടത് എന്താണ്? 2 ആണ്. അപ്പൊ 2 3 പോവില്ല. അപ്പൊ നമ്മൾ പോയിന്റ് കൊടുത്തു, 0 കൊടുത്തു. ക്ലിയർ അല്ലേ? Then 320 എത്ര ടൈംസ് പോവും? 6 ടൈംസ് പോവും. 18 അല്ലേ? അപ്പൊ വീണ്ടും ഇവിടെ 18 പോയി കഴിഞ്ഞാൽ വീണ്ടും എന്താണ് വരും? 2 വരും. 0 കൊടുത്തു. വീണ്ടും 6 ടൈംസ് 18 പോയി, വീണ്ടും 2 കൊടുത്തു, 0 വന്നു. 41.666. ഒരു 3 പോയിന്റ് ഒക്കെ വരെ കൊടുക്കാം. ക്ലിയർ? ഇനി ആ പോയിന്റിനെ അവിടെ നിർത്തി. 41.666. ഇനി ഇവിടെ 2 0 ഇല്ലേ? 250 ഒരു 0 ഉണ്ട്, 50 ഒരു 0 ഉണ്ട്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കേട്ടോ. ആ 2 0 അതുപോലെ കൊടുത്തു. ഇനി എത്ര സ്ഥാനം നീക്കിയിട്ട്, എത്ര പൊസിഷൻ നീക്കിയിട്ട് പോയിന്റ് വേണം? 1 2 3. ഓക്കെ, ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് അപ്പൊ എന്താണ്? 4166.6 വരും. അതായത് 4166.6. ഓക്കെ, 6 എന്നാണ് വരുന്നത്. അപ്പൊ നോക്കിയേ, ഇത് ഇത്രയും ബ്രിക്സ് നമുക്ക് പോയിന്റ് ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് അതിന് റൗണ്ട് ചെയ്തിട്ട് എടുത്താലോ? റൗണ്ട് ചെയ്തിട്ട് വരുമ്പോ നമുക്ക് എന്ത് എഴുതാം? 4167 ബ്രിക്സ് ആണ് നമുക്ക് ആ ഒരു വാൾ ഉണ്ടാക്കാനായിട്ട് വേണ്ടി വരുന്നത്. ക്ലിയർ ആണോ? ഡൗട്ട്സ് ഇല്ലല്ലോ? ഇത്രയുള്ളൂ. ഒരു വാളിന്റെ ഡയമെൻഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ആ വാൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ബ്രിക്സ് വേണം. അപ്പൊ ഒരു ബ്രിക്കിന്റെ ഡയമെൻഷൻ അവർ തന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം വാളിന്റെ വോളിയം കണ്ടുപിടിക്കുക, അതുപോലെ ഒരു ബ്രിക്കിന്റെ വോളിയവും കണ്ടുപിടിക്കുക. എന്നിട്ട് അതായത് വോളിന്റെ വോളിയം ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? വോളിയം ഓഫ് ബ്രിക്ക്. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമ്പർ ഓഫ് ബ്രിക്സ് കിട്ടും. എളുപ്പല്ലേ? Second question. A child playing with the building blocks which are of the shape of cubes has built a structure as shown in figure. ഒരു കുട്ടി ബിൽഡിംഗ് ബ്ലോക്സ് വെച്ചിട്ട് ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി. ഓക്കെ, ആ ബിൽഡിംഗ് ബ്ലോക്കിന്റെ പ്രത്യേകത എന്താണ്? ഓരോ ബ്ലോക്കും ക്യൂബ് ആണ്. ഓക്കെ, ഇതിൽ ഓരോ സെക്ഷനും എന്താണ്? ക്യൂബ് ആണ്. If the edge of each cube is 3 cm, അതായത് ഓരോ ക്യൂബിന്റെയും എഡ്ജ് എന്ന് പറയുന്നത് എത്രയാണ്? 3 cm ആണ്. ഇത് 3 ആണ്, ഇത് 3 ആണ്, ഇത് 3 ആണ്. ഇതൊക്കെ 3 cm ആണ്. ഓക്കെ, ആണെങ്കിൽ find the volume of the structure built by the child. അതായത് ഈ സ്ട്രക്ചറിന്റെ വോളിയം കണ്ടുപിടിക്കാം. ഇത്രയാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ? ഇത്രയുള്ളൂ. ഒരു കുട്ടി ബിൽഡിംഗ് ബ്ലോക്സ്, അതായത് ക്യൂബ് ഷേപ്പ് ഉള്ള ബ്ലോക്സ് വെച്ചിട്ട്, ബിൽഡിംഗ് ബ്ലോക്സ് വെച്ചിട്ട് ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി. ഓക്കെ, ഓരോ ബ്ലോക്കിന്റെയും ഒരു എഡ്ജ് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സ്ട്രക്ചറിന്റെ വോളിയം ആണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ, എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ അല്ലേ? ഒരു ക്യൂബിന്റെ എഡ്ജ് ആണ് എന്ത്? എ ഈക്വൽ ടു 3 സെന്റിമീറ്റർ. ഓക്കെ, നമുക്ക് അങ്ങനെയെങ്കിൽ ഈ ഒരു കുഞ്ഞൊരു ക്യൂബിലെ ഈ ഒരു കുഞ്ഞ് ക്യൂബിന്റെ വോളിയം കണ്ടുപിടിച്ചാലോ? അതായത് വോളിയം ഓഫ് എ ക്യൂബ്, വോളിയം ഓഫ് ക്യൂബ് ഒരു ക്യൂബിന്റെ ആണ് കേട്ടോ. വോളിയം ഓഫ് 1 ക്യൂബ് ഈക്വൽ ടു എന്താണ്? എഡ്ജ് ഇൻറ്റു എഡ്ജ് ഇൻറ്റു എഡ്ജ് അല്ലെ? എഡ്ജ് ഇൻറ്റു എഡ്ജ് ഇൻറ്റു എഡ്ജ്. എഡ്ജ് എത്രയാണ് തന്നിരിക്കുന്നത്? 3 സെന്റിമീറ്റർ അല്ലേ? അതായത് 3 into 3 into 3. 3 into 3 9, 9 into 3 27 സെന്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടി. അതായത് ഈ ഒരു കുഞ്ഞേരു സെക്ഷന്റെ മാത്രമാണ് 27. അങ്ങനെയെങ്കിൽ നമുക്ക് ടോട്ടൽ ഈ സ്ട്രക്ചറിന്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കാം? അതിനുവേണ്ടി നമ്മൾ ആദ്യം ഇങ്ങനത്തെ എത്ര ക്യൂബുകൾ ഈ ഒരു സ്ട്രക്ചറിൽ ഉണ്ടെന്ന് എണ്ണി നോക്കാം. ഓക്കെ, അപ്പൊ എത്ര എണ്ണം വരണ്ടേ?
ഇവിടെ 5 then 4 3 plus 2 plus 1 എന്ന് പറയുമ്പോൾ എത്ര എണ്ണം വന്നു? 15 ക്യൂബ്സ് ആണ് ഈ ഒരു സ്ട്രക്ചറിൽ ഉള്ളത് അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് ഈ സ്ട്രക്ചറിന്റെ അതായത് നമ്പർ ഓഫ് ക്യൂബ്സ് ഇൻ ദ ഫിഗർ അല്ലെങ്കിൽ ഇൻ ദ സ്ട്രക്ചർ 15 ആണ്. അങ്ങനെ ഈ സ്ട്രക്ചറിന്റെ വോളിയം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ 15 ക്യൂബ്സിന്റെ വോളിയം കണ്ടുപിടിച്ചാൽ പോരെ. നമ്മൾ ഒരു ക്യൂബിന്റെ വോളിയം 27 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ഒരു സെക്ഷന്റെ മാത്രം എന്താണ് 27 സെന്റിമീറ്റർ ക്യൂബ് ആണ് വോളിയം എന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കംപ്ലീറ്റ് സ്ട്രക്ചറിന്റെ വോളിയം കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലുള്ള കംപ്ലീറ്റ് ക്യൂബ്സ് അതായത് 15 ക്യൂബ്സിന്റെ വോളിയം കണ്ടുപിടിച്ചാൽ മതി. അതായത് വോളിയം ഓഫ് ദി സ്ട്രക്ചർ equal to 15 into 27. എന്താ വരിക? 27 into 15 equal to 5 into 7 35 then 3 2 into 5 10 plus 3 13 1 into 7 7 1 into 2 2 5 7 plus 3 എന്താണ് 10 then 1 കൊടുക്കുമ്പോൾ 2 plus 1 3 plus 1 ഇവിടുത്തെ ഒരു 1 ഉണ്ട് then 405 സെന്റിമീറ്റർ ക്യൂബ് നമുക്ക് കിട്ടും. എങ്ങനെ ചെയ്യാന്ന്? അതായത് ഒരു കുട്ടി ക്യൂബ് കൊണ്ടുള്ള ബിൽഡിംഗ് ബ്ലോക്സ് വെച്ചിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി. ആ സ്ട്രക്ചറിന്റെ വോളിയാണ് നമ്മളോട് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ക്യൂബിന്റെ എഡ്ജ് 3 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ക്യൂബിന്റെ അതായത് ഈ ഒരു ക്യൂബിന്റെ വോളിയം കണ്ടുപിടിച്ചു. അങ്ങനെ എത്ര ക്യൂബുകൾ ഉണ്ട് നമുക്ക്? 15 ക്യൂബ്സ് ഉണ്ട് ഈ സ്ട്രക്ചറിന്. അപ്പൊ ആ സ്ട്രക്ചറിന്റെ വോളിയം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 15 ക്യൂബ്സിന്റെ വോളിയം കൂടെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രക്ചറിന്റെ വോളിയം കിട്ടി. ക്ലിയർ അല്ലേ? ക്യൂബോയിഡിന്റെയും ക്യൂബിന്റെയും വോളിയം കാണാനാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അതിന്റെ കൂടി 2 എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ ചെയ്തു. അടുത്തൊരു വീഡിയോയിൽ 13.5 എക്സസൈസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് എന്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്